കാലങ്ങൾക്ക് ശേഷം നമ്മൾ കാണണം, അറിയണം, വിശേഷങ്ങൾ കേൾക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു താരമാണ് എന്റെ കൂടെ ഉള്ളത്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ലെറ്റ്സ് വെൽക്കം ഗായത്രി സുരേഷ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു വീണ. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. അല്ല, ഒരു സമയത്ത് ഗായത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളുകളുടെ ഒരു റാണി, ആ ഒരു ലൈൻ ആയിരുന്നു. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഗായത്രിയെ കുറിച്ച് പെട്ടെന്ന് ഒരു ആലോചന വന്നത് എപ്പോഴാന്ന് പറയട്ടെ, ഒരു തെലുഗു ഒരു സാരി എടുത്ത ഒരു ഫൈറ്റ് സീൻ കണ്ടു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഫ്ലാഷ് ബാക്ക്. അത് എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ആ സീൻ അങ്ങനെയാണ്, അതിന്റെ പ്ലേസ്മെന്റ് അങ്ങനെയാണ്. ഭയങ്കരം തന്നെ. ഇന്ന് 3 കൈ കിട്ടിയുള്ളൂ, സാധാരണ 5-6 ഒക്കെ ഉണ്ടാവും. എനിക്ക് അറിയായിരുന്നു ഐ ഡിസേർവ് ഓൾ ഓഫ് ദ ട്രോൾസ്. അയ്യോ സമ്മതിച്ചു സാറേ. ഞാൻ എന്റെ ലോകത്ത് ഞാൻ എന്തെങ്കിലും ഇതെല്ലാം കേട്ടാലും ഞാൻ ഉണ്ടല്ലോ. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്, ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? ഏതെങ്കിലും ഒരു ആക്ട്രസിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ ഗായത്രി? ഞാൻ കുറെ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഇഷ്ടം പോലെ അങ്ങോട്ട് വേണ്ടിയിരുന്നോ? എന്നാ ഒരു എക്സാമ്പിൾ എന്താ? ഞാൻ ലാലേട്ടനെ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. ആണോ? വേണ്ടാത്ത പണിയാണ്. ഒന്ന് കാണിക്കൂ. ഞാൻ ഉത്തമി എന്ന് പറഞ്ഞ സിനിമയിലെ ലാലേട്ടനെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എവിടെ പോണു? തൊണ്ട വെള്ളം വെള്ളം കുടിക്കണം. കണ്ടിട്ട് പോയാ മതി. വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം, ഇത് കണ്ടിട്ട് കുടിച്ചാ മതി. എങ്ങനെ? അത് നിന്റെ തെറ്റ്, അങ്ങനത്തെ ഒരു ആക്ഷൻ ഇല്ലേ ലാലേട്ടന്, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ചിരിക്കരുതേ. നിന്റെ തെറ്റ്. നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ. ഇറങ്ങാൻ ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. നടിയാണെങ്കിലോ? എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാറുള്ളത് കരീന കപൂറിനെ, കാവ്യ മാധവനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് തോന്നുന്നു. അയ്യന്റെ മോനെ, നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. എവിടെയായിരിക്കും കൂടുതൽ ഇങ്ങനെ ഫ്ലറിഷ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരിക്കും ആഗ്രഹം? എനിക്ക് ഹോളിവുഡ് വരെ പോണം എന്നാണ് എന്റെ ആഗ്രഹം. ഇന്നിനി നീ മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ആകെ അബദ്ധമായി. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.